ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ എ ക്വസ്റ്റ്യൻ ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനലിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു തീഫുണ്ട്. തീഫിൻ്റെ പേര് ഹൊറൈസ് ഡാൻബി എന്നാണ്. അപ്പോൾ പക്ഷേ അദ്ദേഹം വളരെ ഹോണസ്റ്റ് സിറ്റിസൺ എന്നാണ്, അല്ലെങ്കിൽ സത്യസന്ധനായ ഒരാളെന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം അത്ര സത്യസന്ധനല്ല. എന്നിട്ട് അദ്ദേഹം മോഷ്ടിക്കാൻ പോവുകയും അവിടെയുള്ള സംഭവിച്ചത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് നോക്കാം. Everyone thought that Horace Danby was a good, honest citizen. He was about 50 years old and unmarried, and he lived with a housekeeper who worried over his health. In fact, he was usually very well and happy except for attacks of hay fever in summer. He made logs and was successful enough at his business to have 2 helpers. Yes, Horace Danby was good and respectable, but not completely honest. അപ്പോൾ എന്താണ്, ഹൊറൈസ് ഡാൻബി എന്ന് പറയുന്ന വളരെ ഗുഡായ ഹോണസ്റ്റായ ആളാണ്, അല്ലെങ്കിൽ സത്യസന്ധനാണെന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഏകദേശം 50 വയസ്സോളം പ്രായമുണ്ട്, അൺമാരീഡ് ആണ്. പിന്നെ അദ്ദേഹം ചെയ്യുന്നത് എന്താണ്, അദ്ദേഹത്തിന് ലോക്ക് ബിസിനസ്സാണ്, ലോക്കുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ബിസിനസ്സാണ്. അത് വളരെ സക്സസ്ഫുള്ളായി പോകുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ബിസിനസ്സിൽ 2 ഹെൽപ്പേഴ്സൊക്കെ ഉണ്ട്. പിന്നെ അദ്ദേഹത്തിനൊരു പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഈ ഹേ ഫീവർ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ പൂക്കളോടുള്ള അലർജി, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഈ ഹേ ഫീവർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഇദ്ദേഹത്തിനുണ്ട്. പക്ഷേ എന്നിരുന്നാലും എല്ലാവരും വിചാരിക്കുന്നത് പോലെ അല്ല, ഇദ്ദേഹം അത്ര കംപ്ലീറ്റ് ആയിട്ട് സത്യസന്ധനാണ് എന്ന് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ പറ്റില്ല. 15 years ago, Horace had served his first and only sentence in a prison library. He loved rare, expensive books, so he robbed a safe every year. Each year he planned carefully just what he would do, stole enough to last for 12 months, and secretly bought the books he loved through an agent. അപ്പോൾ 15 വർഷങ്ങൾ മുമ്പ് ഇദ്ദേഹത്തിന് ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ബുക്സൊക്കെ, അതായത് റെയർ ആൻഡ് എക്സ്പെൻസീവ് ബുക്സ്, നല്ല വിലപിടിപ്പുള്ള എന്നാൽ കിട്ടാൻ പാടായ ബുക്കിനോടൊക്കെ ഭയങ്കര താല്പര്യമാണുള്ളത്. അതിനുവേണ്ടി അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, അദ്ദേഹം ഓരോ വർഷം ഓരോ സേഫ് എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ സേഫ് ഉണ്ടല്ലോ, ഈ പൈസ ഒക്കെ സൂക്ഷിക്കുന്ന ആ ഒരു സേഫ് മോഷ്ടിക്കും, അല്ലെങ്കിൽ ആ മോഷണം നടത്തും. ആ പൈസ കൊണ്ട് സീക്രട്ട് ഏജൻറ്റ് എന്ന് വെച്ചാൽ രഹസ്യമായിട്ട് ഒരു ഏജൻറ്റ് മുഖേന ഇദ്ദേഹം ബുക്കുകളൊക്കെ വാങ്ങിക്കും. Now walking in the bright July sunshine, he felt sure that this year's robbery was going to be as successful as all other others. For 2 weeks he had been studying the house at Shodover Grange, looking at its rooms, its electric wiring, its paths and its garden. This afternoon, the 2 servants who remained in the Grange while the family was in London had gone to the movies. Horace saw them go, and he felt happy in spite of a little tickle of hay fever in his nose. He came out from behind the garden wall, his tools carefully packed in a bag on his back. അപ്പോൾ അദ്ദേഹം ഇപ്രാവശ്യത്തെ, അല്ലെങ്കിൽ ഈ വർഷം നടത്താൻ പോകുന്ന റോബറിയും സക്സസ്ഫുൾ ആയിരിക്കുമെന്ന് അദ്ദേഹത്തിന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹം മോഷ്ടിക്കാൻ പോകുന്ന ആ വീടിനെക്കുറിച്ച് അദ്ദേഹം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇലക്ട്രിക് വയറിംഗ് ആയാലും ശരി, പാത്ത് ആയാലും ശരി, ഗാർഡൻ ആയാലും ശരി, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും റൂംസിനെ കുറിച്ചും എല്ലാം അദ്ദേഹം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ താമസിക്കാനായിട്ട് അവിടുത്തെ വീട്ടുകാർ, ഫാമിലി മെമ്പേഴ്സൊന്നും ഇല്ല, അവരൊക്കെ ലണ്ടനിലാണ്. പിന്നെ 2 സെർവൻസ് ഉണ്ട്. അവർ 2 സെർവൻസും കൂടെ ഇന്ന് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം മൂവീസിന് പോകുന്നുണ്ട്, മൂവി കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന് പറ്റിയ സമയമെന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. There were about 15,000 pounds worth of jewels in the Grange safe. If he sold them one by one, he expected to get at least 5,000, enough to make him happy for another year. There were 3 very interesting books coming up for sale in the autumn. Now he would get the money he wanted to buy them. അപ്പോൾ ആ സേഫിൽ, അവരുടെ സേഫിൽ ഏകദേശം 15,000 പൗണ്ട്സിനോട് വില മതിക്കുന്ന ജുവൽസൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം അതെടുത്ത് ഓരോന്നോരോന്നായിട്ട് വിൽക്കുകയാണെങ്കിൽ 5,000 പൗണ്ട്സ് എന്തായാലും കിട്ടും. അത് ഉപയോഗിച്ച് അദ്ദേഹത്തിന് ബുക്സൊക്കെ വാങ്ങിക്കാം. ഈ വർഷം ഓട്ടം സീസണിൽ 3 പ്രധാനപ്പെട്ട ബുക്സ് വരുന്നുണ്ട്. അത് വാങ്ങിക്കാമെന്ന് അദ്ദേഹം പ്ലാൻ ചെയ്യുകയാണ്. He had seen the housekeeper hang the key to the kitchen door on a hook outside. He put on a pair of gloves, took the key and opened the door. He was always careful not to leave any fingerprints. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു ഹൗസ് കീപ്പറിനെ കാണാൻ സാധിച്ചു. അദ്ദേഹം കിച്ചൺ ഡോറിൽ നിന്നും
കിച്ചൺ ഡോറിൻ്റെ പുറകിലുള്ള ആ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യും, ഒരു ഹൂക്കിൽ കീ തൂക്കിയിടാറുണ്ട്. അപ്പോൾ അദ്ദേഹം ഇവർ പോയപ്പോൾ ഒരു ഗ്ലൗസ് കയ്യിലിട്ട് കീ ആരും അറിയാതെ എടുക്കുകയാണ്. കാരണം ഇദ്ദേഹം വളരെ കെയർഫുള്ളായിട്ടാണ്, ഒരു ഫിംഗർ പ്രിൻറ്റ് പോലും ഇദ്ദേഹത്തിൻ്റെ അവിടെ പതിയിരുന്നത് ഇദ്ദേഹത്തിന് നല്ല നിർബന്ധമുണ്ട്. എ സ്മോൾ ഡോഗ് വാസ് ലൈങ് ഇൻ ദ കിച്ചൺ. ഇറ്റ് സ്റ്റിർഡ്, മേഡ് എ നോയ്സ് ആൻഡ് മൂവ്ഡ് ഇറ്റ്സ് ടെയിൽ ഇൻ എ ഫ്രണ്ട്ലി വേ. അപ്പോൾ അതിനകത്ത് എന്താണ്, ആ കിച്ചണിനകത്ത് ഒരു ചെറിയൊരു ഡോഗ് ഉണ്ടായിരുന്നു. ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് ആ ടൈലൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. ഓൾ റൈറ്റ് ഷെറി, ഹൊറൈസ് സെഡ് ആസ് ഹി പാസ്ഡ്. All you had to do to keep dogs quiet was to call them by their right names and show them love. അപ്പോൾ ഓൾ റൈറ്റ് ഷെറി ആ ഡോഗിൻ്റെ അടുത്ത് പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതുവഴി കടന്നു പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒരു ഡോഗിനെ ഡോഗ് ക്വയറ്റായിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ റൈറ്റ് നെയിം, അതിൻ്റെ യഥാർത്ഥ പേര് വിളിച്ച് അതിനോടൊന്ന് സ്നേഹം കാണിച്ചാൽ മാത്രമേ അത് മിണ്ടാതിരിക്കത്തുള്ളൂ. The safe was in the drawing room, behind a rather poor painting. Horace wondered for a moment whether he should collect pictures instead of books, but they took up too much room. In a small house, books were better. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, സേഫ് ഇരിക്കുന്ന ഡ്രോയിങ് റൂമിലാണ്. അപ്പോൾ അതിൻ്റെ പിറകിൽ എന്താണ്, പെയിൻറ്റിങ്സ് ഒക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു നിമിഷം ആലോചിക്കുകയാണ്, ബുക്സിന് ഓരോ പെയിൻറ്റിങ്സ് മോഷ്ടിച്ചാലോ അല്ലെങ്കിൽ വാങ്ങിച്ചാലോ എന്നൊക്കെ ആലോചിക്കുകയാണ്. പിന്നീട് അദ്ദേഹം തീരുമാനം മാറ്റി. കാരണം എന്ന് വെച്ചാൽ ഒരു ചെറിയ വീട്ടിൽ ബുക്സാണ് സൂക്ഷിക്കാൻ കുറച്ചുകൂടെ എളുപ്പം. There was a great bowl of flowers on the table and Horace felt his nose tickle. He gave a little sneeze and then put down his bag. He carefully arranged his tools. He had 4 hours before the servants returned. അപ്പോൾ എന്താണ്, അവിടെ ഒരു ഫ്ലവേഴ്സ് ആ ടേബിളിൽ വെച്ചിട്ടുണ്ട്. അത് കാരണം അദ്ദേഹത്തിന് ഹേ ഫീവർ ഉള്ളതുകൊണ്ട് തന്നെ ഇദ്ദേഹം തുമ്മുകയാണ്. എന്നിട്ട് ആ ബാഗ് തുറന്ന് ആ ടൂൾസൊക്കെ എടുത്ത് വെക്കുകയുണ്ട്. ഈ സർവൻസ് തിരിച്ചു വരാൻ ഏകദേശം 4 മണിക്കൂർ എടുക്കുമെന്ന് അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ട്. The safe was not going to be hard to open. After all, he had lived with locks and safe all his life. The burglar alarm was poorly built. He went into the hall to cut its wire. He came back and sneezed loudly as the smell of the flowers came to him again. അപ്പോൾ എന്താണ്, സേഫ് തുറക്കുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ഈ സേഫുകളുമായിട്ടും ലോക്കുകളുമായിട്ടൊക്കെയാണ് കഴിഞ്ഞിരുന്നത്. അവിടുത്തെ ബർഗ്ലറെല്ലാം അത്രയ്ക്കും നല്ലതല്ല, അത് പുവർ ക്വാളിറ്റി ഉള്ളതായിരുന്നു. അദ്ദേഹം ഹാളിൽ പോയി ആ വയേഴ്സൊക്കെ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് തിരിച്ചു വന്നു. ആ ഫ്ലവേഴ്സിൻ്റെ സ്മെല്ല് കാരണം അത് നല്ല രീതിയിൽ സ്നീസ് ചെയ്യുകയാണ്, തുമ്മുകയാണ്. How foolish people are when they own valuable things, Horace thought. A magazine article had described this house, giving a plan of all their rooms and a picture of this room. The writer had even mentioned that the painting hid a safe. അപ്പോൾ എന്താണ്, അദ്ദേഹം പറയുകയാണ്, ഈ വീട്ടിലെ ആൾക്കാരൊക്കെ വളരെ ഫുളിഷാണ്. ഈ വീടിനെ പറ്റി ഒരു മാഗസീനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എല്ലാ റൂമിൻ്റെ പിക്ചർ സഹിതം അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു പെയിൻറ്റിങ്ങിൻ്റെ പുറകിൽ എന്തുണ്ട്, ഒരു സേഫ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ബട്ട് Horace found that the flower were hindering him in his work. He buried his face in his handkerchief. പക്ഷേ ഹൊറൈസിന് മനസ്സിലായി ഈ ഫ്ലവേഴ്സ് അദ്ദേഹത്തിനെ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഫേസ് ഒരു ഹാൻഡ് കർച്ചീഫ് വെച്ച് പൊത്തി. Then he heard a voice say from the doorway, "What is it, a cold or hay fever?" അപ്പോൾ എന്നിട്ട് അദ്ദേഹം മുകളിൽ നിന്നൊരു സൗണ്ട് കേൾക്കുകയാണ്. എന്താ അത്, കോൾഡോ ഹേ ഫീവറോ, എന്താ അത്? Before he could think, Horace said hay fever and found himself sneezing again. അപ്പോൾ അദ്ദേഹം ആലോചിക്കാൻ തന്നെ ഹൊറൈസ് പറയുകയാണ്, ഹേ ഫീവർ എന്ന് മറുപടിയും പറഞ്ഞു. എന്നിട്ട് വീണ്ടും തുമ്മിക്കൊണ്ടിരിക്കുകയാണ്. The voice went on, "You can cure it with a special treatment, you know. If you find out just what plant gives you the disease, you had better see a doctor. If you are serious about your work, I heard from the top of the house just now." അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ഏത് ചെടി കാരണമാണ് ഇത് വരുന്നത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ അത് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അത് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ മുകളിൽ നിന്ന് പറയുകയാണ്. It was a quiet, kindly voice, but one with firmness in it. A woman was standing in the doorway and Sherry was rubbing against her. She was young, quite pretty, and was dressed in red. She walked the fireplace and straightened the ornaments there. അപ്പോൾ എന്താണ്, ഒരു ക്വയറ്റായ കൈൻഡ്ലി വോയിസ് ആയിരുന്നു, പക്ഷേ അതിനകത്തൊരു ഫിർനെസ് കാണാൻ പറ്റി. അതുപോലെ തന്നെ ഷെറി ആ ഡോഗ് വന്നിട്ട് ഇവരോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതൊരു യങ് പ്രറ്റി ആയിട്ടുള്ളൊരു വുമണായിരുന്നു. ഒരു റെഡ് കളർ ഡ്രസ്സായിരുന്നു വെയർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നിൽക്കുകയാണ്. "Down, Sherry," she said. "Anyone would think I had been away
away for a month. She smiled at Horace and went on. However, I came back just in time, though I did not expect to meet a burglar. എന്താണ് എല്ലാവരും വിചാരിച്ചെന്നാൽ ഞാൻ ഒരു മാസം ഇവിടെ കാണത്തില്ല എന്നാണ്, പക്ഷേ ഞാൻ തിരിച്ച് കറക്റ്റ് സമയത്ത് തന്നെ എത്തി. പക്ഷേ ഞാൻ ഇവിടെ നിങ്ങളെ കാണുമെന്ന്, അതായത് ഒരു മോഷ്ടാവിനെ കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. Horace had some hope because she seemed to be amused at meeting him. He might avoid trouble if he treated her the right way. He replied, I didn't expect to meet one of the family. എന്താണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട്, കാരണം അവർ ദേഷ്യപ്പെടുകയൊന്നും ചെയ്തില്ല, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പെരുമാറിയാൽ അവിടെ നിന്ന് പോകാം എന്നൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇവിടെ ആരും കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. She nodded. I see what an inconvenience it is for you to meet me. What are you going to do? അപ്പോൾ അവർ തല കുളിക്ക് പറയുകയാണ്, എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഉണ്ടായിരുന്ന വളരെ ബുദ്ധിമുട്ടായല്ലേ, എന്താണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്? Horace said, my first thought was to run. ഞാൻ ആദ്യം വിചാരിച്ചാൽ ഇറങ്ങി ഓടാമെന്നാണ്. Of course you could do that, but I would telephone the police and tell them all about you. They had get you at once. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും, പക്ഷേ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയാൽ ഞാൻ എന്ത് ചെയ്യും, പോലീസിനെ വിളിക്കും, അപ്പോൾ അവർ നിങ്ങളെ പിടിക്കും. Horace said, I would of course cut the telephone wires first, and then he hesitated, a smile on his face. I would make sure that you could do nothing for some time. A few hours would be enough. ഇതാണ് അതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യും, ടെലിഫോൺ വയർ കട്ട് ചെയ്തിട്ടായിരിക്കും ഓടുക, അതുപോലെ തന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാനിവിടെ ആക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കുറച്ച് മണിക്കൂർ മതി എനിക്ക് രക്ഷപ്പെടാൻ. She looked at him seriously. You'd hurt me? അവരെ അദ്ദേഹത്തെ സീരിയസ് ആയിട്ട് നോക്കിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ഹേർട്ട് ചെയ്യുമോ? Horace paused and then said, I think I was trying to frighten you when I said that. ഞാൻ വിചാരിച്ചത് ഇത് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കുമെന്നാണ്. You didn't frighten me. അപ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾ എന്നെ ഇത് കൊണ്ടൊന്നും നിങ്ങൾക്ക് എന്നെ പേടിപ്പിക്കാൻ സാധിക്കില്ല. Horace suggested, it would be nice if you would forget you ever saw me. Let me go. ഇപ്പോൾ ഞാനിവിടെ മോഷ്ടിക്കാൻ വന്നത് ആര് പറയായിരുന്നു നന്നായിരുന്നു, നിങ്ങളെന്നെ പോകാൻ അനുവദിക്കുമോ? The voice was suddenly sharp. Why should I? You were going to rob me. If I let you go, you will only rob someone else. Society must be protected from men like you. അപ്പോൾ എന്താണ്, അവർ പെട്ടെന്ന് ഷാർപ്പായിട്ട് പറയുകയാണ്, എന്തിന് ഞാൻ നിങ്ങളെ പോകാൻ അനുവദിക്കണം, കാരണം നിങ്ങളിവിടെ വന്നത് മോഷ്ടിക്കാനാണ്, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ചെന്ന് മോഷ്ടിക്കും. അപ്പോൾ സൊസൈറ്റി നിങ്ങളെപ്പോലുള്ള ആൾക്കാരിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. Horace smiled. I am not a man who threatens society. I steal only from those who have a lot of money. I steal for a very good reason, and I hate the thought of prison. എന്താണ്, ഞാൻ അങ്ങനെ സൊസൈറ്റിക്ക് ഭീഷണിയായ ഒരാളൊന്നുമല്ല. ഞാൻ ഒരുപാട് പൈസ ഉള്ള ആൾക്കാരിൽ നിന്നേ മോഷ്ടിക്കാറുള്ളൂ. ഞാൻ മോഷ്ടിക്കുന്നതിന് ഒരു നല്ല റീസണും ഉണ്ട്. ഞാൻ ജയിലിൽ പോകാൻ ഒരു കാരണവശാലും ആഗ്രഹിക്കുന്നുമില്ല. She laughed and he begged, thinking that he had persuaded her. Look, I have no right to ask you for anything, but I am desperate. Let me go, and I promise never to do this kind of thing again. I really mean it. ഇപ്പോൾ എന്താണ് പറയുന്നത്, നിങ്ങൾ നോക്കൂ, എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ ഒരു അധികാരമില്ലെന്നാലും ചോദിക്കുകയാണ്, എന്നെ പോകാൻ അനുവദിക്കണം, ഞാൻ പ്രോമിസ് ചെയ്യാൻ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യവും ചെയ്യില്ല എന്ന് ഞാൻ പ്രോമിസ് ചെയ്യാമെന്ന് അദ്ദേഹം പറയുകയാണ്. She was silent, watching him closely. Then she said, you are really afraid of going to prison, aren't you? എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ ജയിലിൽ പോകാൻ പേടിക്കുന്നുണ്ടല്ലേ? She came over to him, shaking her head. I have always liked the wrong kind of people. She picked up a silver box from the table and took a cigarette from it. Horace, eager to please her and seeing that she might help him, took off his gloves and gave her his cigarette lighter. എന്താണ്, അവർ വന്നിട്ട് ഒരു സിൽവർ ബോക്സിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്തു. അദ്ദേഹം അവരെ പ്ലീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആ ഗ്ലൗസ് ഊരി അദ്ദേഹത്തിൻ്റെ സിഗരറ്റ് ലൈറ്റർ എടുത്ത് കൊടുക്കുകയാണ്. You will let me go. He held the lighter towards her. അപ്പോൾ നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കില്ലേ? Yes, but only if you do something for me. തീർച്ചയായിട്ടും, പക്ഷേ നിങ്ങൾ എനിക്കൊരു കാര്യം ചെയ്തു തരണം. Anything you say, നിങ്ങൾ പറയുന്നത് എന്തും. Before we left for London, I promised my husband to take my jewels to our bank, but I left them here in the safe. I want to wear them to a party tonight, so I came down to get them, but ഇതാണ്, നമ്മൾ ലണ്ടനിൽ നിന്ന് വന്നപ്പോൾ ഇതൊക്കെ ജുവൽസൊക്കെ ബാങ്കിൽ വയ്ക്കാമെന്ന് പറഞ്ഞിരുന്നു.
പക്ഷേ ഈ സേഫിൽ വെച്ചിട്ടാണ് വന്നത്. അതുപോലെ എനിക്ക് ഈ പാർട്ടിയിൽ ഇന്നത് ധരിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇതെടുക്കാൻ വേണ്ടി വന്നത്. ഹൊറൈസ് സ്മൈൽഡ്. യു ഹാവ് ഫോർഗോട്ടൺ ദ നമ്പേഴ്സ് ടു ഓപ്പൺ ദ സേഫ്, ഹാവിൻ യു? അപ്പോൾ നിങ്ങൾ ഈ സേഫ് തുറക്കാനുള്ള നമ്പേഴ്സ് മറന്നുപോയി അല്ലേ? യെസ്, റിപ്ലൈഡ് ദ യങ് ലേഡി. അതെ. ജസ്റ്റ് ലീവ് ഇറ്റ് ടു മീ ആൻഡ് യു വിൽ ഹാവ് ദം വിത്തിൻ ആൻ അവർ, ബട്ട് ഐ വിൽ ഹാവ് ടു ബ്രേക്ക് യുവർ സേഫ്. തീർച്ചയായിട്ടും, പക്ഷേ അത് നിങ്ങൾക്ക് 1 മണിക്കൂറിനകത്ത് കിട്ടും, പക്ഷേ എനിക്ക് നിങ്ങളുടെ ആ സേഫ് ബ്രേക്ക് ചെയ്യേണ്ടി വരും, പൊളിക്കേണ്ടി വരും. Don't worry about that. My husband won't be here for a month, and I will have the safe vented by that time. അത് പേടിക്കണ്ട, എൻ്റെ ഹസ്ബൻഡ് എന്തായാലും 1 മാസത്തേക്ക് ഇവിടെ വരത്തില്ല. അതിനു മുമ്പ് ഞാൻ ഈ സേഫ് കറക്റ്റാക്കി തരാം, കറക്റ്റാക്കി വെച്ചേക്കാം. And within an hour, Horace had opened the door, opened the safe, given her the jewels and gone happily away. അപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആ സേഫ് തുറന്ന് ജുവൽസ് കൊടുത്ത് സന്തോഷമായിട്ട് പോയി. For 2 days, he kept his promise to the kind young lady. On the morning of the 3rd day, however, he thought of the books he wanted, and he knew he would have to look for another safe, but he never got the chance to begin his plans. By noon, a policeman had arrested him for the jewel robbery at Shotover Grange. അപ്പോൾ 2 ദിവസത്തേക്ക് ഇവർക്ക് കൊടുത്ത ഇനി മോഷ്ടിക്കില്ല എന്നുള്ള പ്രോമിസ് അദ്ദേഹം പാലിച്ചു. 3-ാമത്തെ ദിവസം മുതൽ ഈ ബുക്സ് മേടിക്കണം, അതുകൊണ്ട് മോഷണം മറ്റൊരു സേഫ് കണ്ടെത്തണമെന്ന് ചിന്ത ഇദ്ദേഹത്തെ അലട്ടി തുടങ്ങി. അതിന് പ്ലാൻ ചെയ്യാനുള്ള സമയം ഇദ്ദേഹത്തിന് കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ പോലീസ് വന്ന് അവിടുത്തെ പോയ വീട്ടിലെ മോഷണത്തിന് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയാണ്. His fingerprints for he had opened the safe without gloves were all over the room, and no one believed him when he said that the wife of the owner of the house had asked him to open the safe for her. The wife herself, a grey-haired, sharp-tongued woman of 60, said that the story was nonsense. അദ്ദേഹത്തിൻ്റെ ഫിംഗർ പ്രിൻ്റ് ആ വൈഫിന് മൊത്തം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ വൈഫ് പറഞ്ഞിട്ടാണ് ഓപ്പൺ ചെയ്തതെന്ന് പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല. പക്ഷേ അത് മാത്രമല്ലായിരുന്നു പ്രശ്നം. ഈ വൈഫെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്ന ആൾ യഥാർത്ഥത്തിലുള്ള ആളായിരുന്നില്ല. ഓണറുടെ യഥാർത്ഥ വൈഫെന്ന് പറയുന്ന ഒരു ഗ്രേ ഹെയർഡായ ഒരു 60 years old ലേഡി ആയിരുന്നു. അപ്പോൾ അവർ ഇത് വന്ന് പറഞ്ഞു, ഇതൊക്കെ ഒരു നോൺസെൻസ് സ്റ്റോറിയാണ്, ഇദ്ദേഹം കള്ളം പറയുന്നതാണെന്ന് അവർ വന്ന് പറഞ്ഞു. Horace is now the assistant librarian in the prison. He often thinks of the charming, clever young lady who was in the same profession as he was, and who tricked him. He gets very angry when anyone talks about honor among thieves. ഇപ്പോൾ ഹൊറൈസ് ഇപ്പോൾ ആ പ്രിസണിലെ അസിസ്റ്റൻറ്റ് ലൈബ്രറിയനാണ്. അതുപോലെ തന്നെ എപ്പോഴും ഈ ലേഡിയെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. ഇദ്ദേഹത്തിനെ വന്ന് പറ്റിച്ച ഇദ്ദേഹത്തിന് അതേ തൊഴിലുള്ള ആ ലേഡിയെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും ഈ ഹോണർ എമംഗ് തീവ്സ് അല്ലെങ്കിൽ കള്ളന്മാർക്കിടയിലെ ആത്മാർത്ഥതയോ സത്യസന്ധതയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വളരെ ദേഷ്യം വരും. അത് കാരണമാണ് ഇദ്ദേഹത്തിൻ്റെ സെയിം പ്രൊഫഷൻ ചെയ്യുന്ന ഒരാൾ കാരണമാണ് ഇപ്പോൾ ഇദ്ദേഹവും ജയിലിൽ വന്ന് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. ഇത് എഴുതിയിരിക്കുന്ന വിക്ടർ കാനിങ് ആണ്. താങ്ക് യു.